ഇന്നത്തെ പണിപ്പുര ടാസ്കിൽ 3 പേരായിരുന്നു പങ്കെടുത്തത്. അനീഷ്, ആര്യൻ, ജിസേൽ. ഇന്നത്തെ ടാസ്ക് മൊത്തം അനീഷാണ് കൊണ്ടുപോയത്. അനീഷായിരുന്നു ഇന്ന് സൂപ്പർ സ്റ്റാർ. അത് അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹൗസിലെ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ നമുക്ക് തന്നെ ചിരിയാണ് വരുന്നത്. അനീഷ് ഒരു കോമണറായിട്ടല്ലേ വന്നത്. ആ കോമണറെ അംഗീകരിക്കാൻ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് എന്തോ ഈഗോ ആണ് അവരുടെ പുറത്ത് വരുന്നത്. ഈ ടാസ്കിൽ 3 സ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1, 2, 3. ഒന്നാം സ്ഥാനത്ത് നിന്നത് അനീഷും, 2ാം സ്ഥാനത്ത് ആര്യനും, 3ാം സ്ഥാനത്ത് ജിസയിലായിരുന്നു. 1ാം സ്ഥാനത്ത് നിന്ന അനീഷിൻ്റെ കാർഡിലുണ്ടായിരുന്നത് ഇപ്പോൾ മുതൽ ഈ സീസൺ കഴിയുന്നത് വരെ സംസാരിക്കാൻ പാടില്ല എന്നായിരുന്നു. അത് അനീഷ് വളരെ ബുദ്ധിപരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. നമ്മുടെ 4ാമത്തെ സീസണിലെ ബ്ലെസ്സിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിം പ്ലാൻ ആയിരുന്നു ഇവിടെ അനീഷ് പുറത്തെടുത്തത്. നമുക്ക് ഓർമ്മയുണ്ടാവും, ബ്ലെസ്സി ഒരു ആപ്പിളും കടിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്ത് വരുന്ന ആ രംഗമാണ് എനിക്കിന്നിപ്പോൾ ഓർമ്മ വന്നത്. അതുപോലെ നല്ല മൈൻഡ് ഗെയിമായിരുന്നു അനീഷ് കാഴ്ചവെച്ചത്. 2ാം സ്ഥാനത്തുള്ള ആര്യന് കിട്ടിയത് ജ്യൂസ് കുടിക്കാനും, 3ാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയത് തല മുണ്ടനം ചെയ്യാനായിരുന്നു. പക്ഷേ അവിടെ ആര്യനും ജിസയിലും തല മുണ്ടനം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷിനോട് അവർ ചർച്ചയിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ അനീഷ് ഈ കാർഡ് പൊക്കി കാണിച്ചുകൊണ്ട് ചർച്ചയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് ആംഗ്യം കാണിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അനീഷിന് ചർച്ചയിൽ പങ്കെടുക്കാം. പക്ഷേ അനീഷ് ആ കാർഡിൽ എഴുതിയിരുന്നല്ലോ ഇപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ല, ഈ സീസൺ കഴിയുന്നത് വരെ. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു കണക്കിനും സംസാരിക്കാൻ തയ്യാറായില്ല. ആ സംസാരിക്കാതെ ഇരുന്നതാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എന്നാണ് അനീഷ് എന്ന് പറയാനുണ്ടായ കാരണം. ഹൗസിലുള്ള ബാക്കി എല്ലാവരും അനീഷിനെതിരായിരുന്നു.